കുഞ്ഞില്ലേ, ഹല്ലേലൂയ, നിനക്ക് എന്താ ഒരു സന്താനം ഉണ്ടാകുന്നത്? ഞാനിങ്ങനെ ചിന്തിക്കുക, കയറാവുന്ന ഹോസ്പിറ്റലിൽ മുഴുവൻ കയറി കാണും, ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തു കാണും. എങ്കിലും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അതേ ദൈവം തന്നെ തന്റെ തലമുറയെ തിരിച്ചു ചോദിക്കുന്ന സാഹചര്യം വന്നപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുക, ഉള്ളു പൊട്ടി നിലവിളിച്ചാണെങ്കിലോ അകത്തളത്തിലെ വേദന ഉള്ളിലൊതുക്കി തന്റെ സ്വന്തം ഭാര്യയോട് പോലും പറയാതെ ഹല്ലേലൂയ ആരാധനയ്ക്ക് വേണ്ടി ആ മകനുമായിട്ട് റെഡിയായി പോകുക മലമുകളില്. ഞാനിങ്ങനെ ചിന്തിക്കുക, ആരാധനയുടെ പ്ലാറ്റ്ഫോമിനകത്തേക്ക് അബ്രഹാമും ഇസഹാക്കും എത്തുന്നതിന് മുന്നേ തന്നെ അവർക്ക് വേണ്ടുന്ന ഒരു ആട്ടുകൊറ്റനെ ആ കുറ്റിക്കാടിനകത്ത് കരുതി വെച്ചിട്ട് എന്റെ ദൈവത്തിന്റെ കരുതലിന്റെ കര അബ്രഹാമിന് വേണ്ടി അവിടെ ശക്തിയോടെ ഇറങ്ങുകയാ. ആമേൻ. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാ, ഒരു പക്ഷെ സാറായോട് പറഞ്ഞാൽ നടക്കത്തില്ല. അമ്മമാർക്ക് എപ്പോഴും മക്കളോട് കുറച്ചുകൂടെ സ്നേഹമാ. സാറായോട് പറഞ്ഞാൽ പറയുമായിരിക്കും, അച്ഛാ നടക്കത്തില്ല, എന്റെ മകനെ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല, സമ്മതിക്കത്തില്ല. അതുകൊണ്ടായിരിക്കാം തന്റെ ഭാര്യയോട് പോലും പറയാതെ ആ മകനെയും പിടിച്ചുകൊണ്ട്, ആ ബാല്യക്കാരനായ മകനെയും പിടിച്ചുകൊണ്ട് ആ മലമുകളിലേക്ക് കയറുമ്പോൾ ഒരു പിതാവെന്ന നിലയിൽ ആ പിതാവിന്റെ ഒരു മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കണേ. അടുത്ത സെക്കൻഡ് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മലയിലേക്ക് കയറി പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ മകന്റെ കൂടെ കയറി പോകുന്നു. അടുത്ത സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണല്ലോ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരേണ്ടത്. എന്റെ കുഞ്ഞിന്റെ ചോര എന്റെ കൺമുന്നിൽ കാണണമല്ലോ. ഇന്ന് രാത്രി ഞാൻ എങ്ങനെ കിടന്നുറങ്ങും, അല്ല എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ചിന്തിച്ച് അബ്രഹാം മലയിലേക്ക് പ്രാർത്ഥനയോടെ കയറി പോകുമ്പോ ഞാനിങ്ങനെ അബ്രഹാമേ, ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്റെ ഭാര്യയുടെ ഉദരത്തിനകത്ത് ഒരു വിടുതൽ നടക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിനകത്ത് ഒരു സാധ്യതയുമില്ലാത്ത സാഹചര്യത്തിൽ ആ ഭാര്യയുടെ ഉദരം തുറന്ന ദൈവ സാന്നിധ്യം. ഞാനിങ്ങനെ പറയാം, അബ്രഹാം ചിന്തിച്ചിട്ടുണ്ടാകോ ഈ ചോരക്കകത്തു നിന്ന് അല്ല ചാമ്പലിനകത്തു നിന്ന് അടുത്തൊരു ഇസഹാക്കിനെ പുറത്തു എന്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന്. ആ ഒരു ചിന്ത വന്നപ്പോ അബ്രഹാമിന് വേറൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അബ്രഹാമിന് പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കാരണം എന്താണെന്നറിയാമോ, കൂടാരത്തിനകത്ത് ഞാൻ ദുഃഖിച്ചിരുന്നപ്പോൾ ഹല്ലേലൂയ എന്നെ വിളിച്ചിറക്കി ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞ് എന്നെ കൊണ്ട് നക്ഷത്രം എണ്ണിപ്പിച്ച ദൈവത്തിനറിയാം ഹല്ലേലൂയ എന്റെ തലമുറയെ കരുതാനുള്ള കരം. നക്ഷത്രം എണ്ണാൻ നോക്കിയപ്പോ അബ്രഹാം നോക്കി കഴിഞ്ഞപ്പോൾ ഒരു നക്ഷത്രമല്ല അവിടെ കണ്ടത്, എണ്ണാവുന്നതിനപ്പുറം എണ്ണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അബ്രഹാമിനറിയാം ഈ ചാരത്തിനകത്ത് ഇസഹാക്കായി പോയാലോ, ഒരു പിടി ചാരമായി പോയാലോ അതിനകത്ത് നിന്ന് അടുത്ത ഇസഹാക്കിനെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന്, എന്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന്. കാരണം എന്താ, എന്റെ ഭാര്യയുടെ നിർജീവമായ അവസ്ഥയ്ക്കകത്താ ഇസഹാക്ക് പുറത്തു വന്നത്. അവക്ക് സാഹചര്യമില്ല ഒരു കുഞ്ഞിനെ. ഞാനിങ്ങനെ ചിന്തിക്കുക, ഒരു സഹോദരി പ്രഗ്നന്റ് ആകുമ്പോൾ എത്ര ചെറുപ്പമാണെങ്കിലും അവൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നോക്കിക്കേ, പ്രായമായ സാഹചര്യത്തിൽ ആ 9 മാസം ഒരു കുഞ്ഞിനെ ചുമക്കാനുള്ള ആരോഗ്യവും ബലവും കൊടുത്തിട്ട് അവിടെ ഉദരത്തിനകത്തേക്ക് ഒരുവനെ കൊടുത്തപ്പോ ദൈവത്തിനറിയാം ഇവന് വേണ്ടി കരുതാൻ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ആരും കരുതിയില്ലെങ്കിലും അങ്ങനെ പറയാം, ഒരു രാജ്യത്തിന്റെ വാതിൽ തുറക്കാൻ യാതൊരു സാധ്യതയും ഇല്ലെങ്കിലോ ആ സ്വർഗം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദൂരെങ്കിലും നീ കേട്ടിട്ടുണ്ടെങ്കിൽ, രാജ്യങ്ങളുടെ വാതിൽ തുറക്കുമെന്ന് നീ കേട്ടിട്ടുണ്ടെങ്കിൽ, കാലം എത്ര കഴിഞ്ഞാലോ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കാലം. ആ മലമുകളിലേക്ക് കയറുമ്പോൾ
അബ്രഹാം ഹല്ലേലൂയ വേദനയോടെയാ കയറുന്നത്. നെഞ്ചിനകത്ത് വേദനയോടെയാ. കാരണം തിരിച്ചിറങ്ങി വരുമ്പോ ബാല്യക്കാര് താഴെ നിൽക്കുന്നു. അവരോട് ഞാൻ എന്ത് പറയും? വീട്ടിൽ ചെല്ലുമ്പോ എന്റെ ഭാര്യയോട് ഞാൻ എന്ത് പറയും? ബാല്യക്കാര് ചോദിക്കത്തില്ലേ, നിന്റെ ദൈവം ഇങ്ങനെയാണോ ചെയ്യുന്നത്? കാരണം ഒരു കുഞ്ഞിനെ തന്നിട്ട് അതിനെ വളർത്താനുള്ള ഭാഗ്യം ഇല്ലാതെയായി പോയോന്ന്. പക്ഷെ ദൈവത്തിനറിയാം ആരുടെ മുന്നിൽ നിന്റെ തല കുനിക്കാതെ. ബാല്യക്കാരുടെ ചോദ്യത്തിന് മുന്നിൽ അബ്രഹാമേ നിന്റെ തല കുനിയാൻ എന്റെ ദൈവം അനുവദിക്കുന്നില്ല. ആരുടെ ചോദ്യത്തിന് മുന്നിൽ തല കുനിയാൻ എന്റെ ദൈവം ആരാധനയ്ക്ക് വേണ്ടി കയറിച്ചത് എല്ലാം കരുതി, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാനിങ്ങനെ ചിന്തിക്കും, ആ ബാല്യക്കാരന്റെ ഒരു പ്രത്യേകതയെ ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയാണെങ്കിൽ അപ്പനെ പിടിച്ച് അതിനകത്ത് കിടത്തി യാഗം കഴിച്ചിട്ട് ഇറങ്ങിപ്പോരും. അല്ല ഇന്നത്തെ തലമുറ. പക്ഷെ നോക്കിക്കേ, അത്രയും പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഹല്ലേലൂയ ആ പിതാവിന്റെ വാക്ക് കേട്ട് ആ യാഗപീഠത്തിൽ കയറി കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, ഒറ്റ സെക്കൻഡ് താമസിച്ചായിരുന്നെങ്കിൽ അബ്രഹാമിന്റെ കത്തി അവന്റെ കഴുത്തിൽ വീണേനെ. പക്ഷെ ഹല്ലേലൂയ ആ കത്തിക്ക് കഴുത്തിന് വീണേനെ. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ആ കത്തിക്ക് കഴുത്തിന് വീണേനെ. നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം, നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു മോറിയയിൽ തകർക്കാൻ എന്റെ ദൈവത്തിന് കഴിയത്തില്ല. കാരണം എന്താ? ഇവനൊരു വാക്തത്വ സന്തതിയാ. ഹല്ലേലൂയ. കൂടാരത്തിന് വിളിച്ചു വരുത്തിയിട്ട് ഇറക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറകൾ ഇതുപോലെയാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് കേട്ടത് നീയാണെങ്കിൽ അബ്രഹാമേ നിന്റെ ചെവിയില് അത് കേട്ടിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക. അബ്രഹാം നടന്നു പോകുമ്പോഴും ഒരുപക്ഷെ മല കയറുമ്പോഴും അബ്രഹാം ചിന്തിക്കുകയായിരിക്കും, കർത്താവേ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നീ എന്റെ തലമുറയാക്കുമെന്ന് പറഞ്ഞില്ലേ, കടലിലെ മണലിനെ പോലെ ആക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് എന്താ ഇത് സംഭവിച്ചത്?